ഒക്കെയാണ് എന്തുകൊണ്ടും തിയേറ്ററിൽ കൊടുക്കുന്ന പൈസയുടെ 10 ഇരട്ടി റിസൾട്ട് ആയിരുന്നു ഒരൊറ്റ പടം. പിന്നെ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഈ പടം 1000 കോടി അടിച്ചാൽ അത്ഭുതപ്പെടാൻ ഒരു സംശയമില്ല. സൂപ്പർ, എല്ലാവരും വന്ന് കാണും, തിയേറ്ററിൽ നിന്ന് വന്ന് കാണണം, അടിപൊളി പടം. കൊടുത്ത പൈസ ഗ്യാരണ്ടി ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്, അത് നഷ്ടമൊന്നും തോന്നില്ല. പുലി വരുന്ന സീനൊക്കെ അടിപൊളിയാണ്, അടിപൊളി പടം, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. കൊടുത്ത പൈസ ഗ്യാരണ്ടി ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്, അത് നഷ്ടമൊന്നും തോന്നില്ല. പുലി വരുന്ന സീനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇന്ന് ഒക്ടോബർ 2 കാന്താര കാണാനാണ് നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ഓഡിയൻസിന് റെസ്പോൺസ് എടുക്കാൻ കുറേ നാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷം തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പടം. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി, ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തിയേറ്ററിലോട്ട് എത്തിക്കുകയാണ് കാന്താര മൂവി. നമുക്കതിൻ്റെ റിവ്യൂ, കാത്തിരിപ്പിന് വിരാമം. സൂപ്പർ, എല്ലാവരും വന്ന് കാണും, തിയേറ്ററിൽ നിന്ന് വന്ന് കാണണം, അടിപൊളി പടം. അല്ല, ഞാൻ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല പടം, എല്ലാവരും കാണണമെന്നേ ഞാൻ പറയുള്ളൂ. എല്ലാവരും ചേർത്ത് പക്കയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ തോന്നിയത് ഇതിലെ വില്ലനായിട്ട് അഭിനയിച്ച ക്യാരക്ടറാണ്. പുള്ളി നമ്മൾ ഹിന്ദി ഫിലിംസ് കണ്ടിട്ടുണ്ട്, ബോളിവുഡ് പടങ്ങളാണ്. 100 പോലത്തെ ഫിലിംസിലെ നായകനായിട്ട് ആ പുള്ളിയാണ്. പേര് കിട്ടുന്നത്, അതായത് ബംഗളൂരു ബേസ്ഡ് ആക്ടറാണ്. അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. VFX നമ്മുടെ സെറ്റ് ഹോളിവുഡ് ചെയ്യുന്ന ടീംസാണ് ചെയ്തിരിക്കുന്നത്. റെഡ് ചില്ലീസിനും ഉണ്ട്, അല്ലാതെ ഒരു എപ്പിക്കും MP 2 കമ്പനീസ് ഉണ്ട്. ഹോളിവുഡ് ടീംസാണ് ചെയ്തേക്കണേ. റെഡ് ചില്ലീസ് അല്ലാതെ വേറെയും കുറേ ടീംസ് ഉണ്ട്. പക്കയാണ്. എന്തുകൊണ്ടും തിയേറ്ററിൽ കൊടുക്കുന്ന പൈസയുടെ 10 ഇരട്ടി റിസൾട്ട് ആയിരുന്നു ഒരൊറ്റ പടം. പിന്നെ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഈ പടം 1000 കോടി അടിച്ചാൽ അത്ഭുതപ്പെടാൻ ഒരു സംശയമില്ല. അടിപൊളി സെറ്റ്. ഇതാണ് ഫസ്റ്റ് എൻജോയ് ചെയ്യുക, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക, പടം വന്ന് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഈ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയ 2025 ഇറങ്ങിയ ഏത് ഇൻഡസ്ട്രിയിലെ പടം എടുത്താലും 1000 കോടി അടിക്കാൻ അർഹതയുള്ള ഒരു ഒറ്റ പടം കാന്താര മാത്രമേ ഉള്ളൂ. കൊടുത്ത പൈസ ഗ്യാരണ്ടി ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്, അത് നഷ്ടമൊന്നും തോന്നില്ല. പുലി വരുന്ന സീനൊക്കെ അടിപൊളിയാണ്. അത് ഗോസിപ്സാണ്, പറയാൻ പറ്റില്ല. എണീറ്റ് നിന്ന് കൈയടിക്കുന്ന സീനാണ്. ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റിനും കാട്ടി ഒരു 5 ഇരട്ടി കൂടുതലാണ് സെക്കൻഡ്. അതന്നെ ക്ലൈമാക്സ് തന്നെ മറ്റ് നമ്മൾ ഫസ്റ്റിൻ്റെ ക്ലൈമാക്സിനും കാട്ടി ഒരു 5 ഇരട്ടി കൂടുതലാണ് സെക്കൻഡിൻ്റെ ക്ലൈമാക്സ്. കാരണം അവസാനത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ തിയേറ്ററിൽ ഇരിക്കത്തില്ല. ഒരു നല്ലൊരു സിനിമ പ്രേമിയാണ് എണീറ്റ് നിന്ന് കൈയടിച്ച്, അത്രയ്ക്കും മാസ് സീൻസാണ്. ക്ലൈമാക്സ് എൻ്റെ രോമാഞ്ച് ഇപ്പോഴും പോയിട്ടില്ല, അടിപൊളി പടം, നല്ല പടം. ബുക്ക് മൈ ഷോ ക്രാഷ് ആയാലും തെറ്റ് പറയാനൊന്നുമില്ല. മേ ബി പോയൊക്കെ ഇപ്പം 87,000 പോയി, പിന്നെ 1 ലക്ഷം പോകാൻ എത്ര നേരം വേണം? പടം തൂക്കി അടിച്ചിട്ടുണ്ട്. ഇത് എല്ലാത്തരം ഓഡിയൻസിനും കാണാമെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ പറയുന്നവൻ ഒന്നെങ്കിൽ സിനിമ കാണാത്തവനായിരിക്കും, അല്ലെങ്കിൽ അവൻ തലയ്ക്കകത്ത് ബോധമില്ലായിരിക്കും. കാരണം ഇത് നോർത്ത് സൗത്ത് എന്നൊന്നുമില്ല. കാന്താര ഫസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ 10 മടങ്ങാണ് ഈ പടം. സെറ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഒരു സിനിമയിൽ മ്യൂസിക്കിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എടുത്ത് പറയുന്ന ഒരു സിനിമയാണ് കാന്താര. കാരണം ക്ലൈമാക്സിലെ BGM ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിലെ വാർ സീൻസ് കാണിക്കുന്നിടത്തൊക്കെ ഒരു സോങ് ഒക്കെ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പക്കയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു സിനിമ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം.